ഹരി ഓം നമസ്തേ. നാളത്തെ ഡേ വന്നിട്ട് ടു ഓഫ് വൺസ് തന്നെയാണ് ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് വന്നിട്ട് ഡെത്താണ്. ഇപ്പോൾ ടു ഓഫ് വൺസ് 2 പ്രാവശ്യം വന്നിരിക്കുന്നതിന് അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെ എടുത്തപ്പോഴും ടു ഓഫ് വൺസ് വന്നത്. അതിനർത്ഥം നിങ്ങൾക്ക് തീരുമാനം ഇപ്പോഴും നിങ്ങൾ അതിലൊരു ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് എന്താണോ നിങ്ങൾക്ക് മുന്നിലുള്ള കാര്യം അതിനൊരു വ്യക്തമായിട്ടുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് യൂണിവേഴ്സ് നൽകിയിരിക്കുന്ന മെസ്സേജ് ഡെത്താണ്. ഡെത്ത് മീൻസ് നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ, ഒരുപക്ഷെ പുതിയൊരു വഴിയാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് പുതിയ തരത്തിൽ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഡെത്ത് യൂണിവേഴ്സൽ മെസ്സേജ് വന്നാൽ ഉള്ളത്. അപ്പോൾ അതിലെ നല്ല ഭാഗങ്ങൾ എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണോ പോസിറ്റീവായിട്ട് വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും, ഒരു ഫൈനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, തീരുമാനമെടുക്കാതെ ഇരിക്കുന്നത്, അതായത് ഇന്നലെയും ഇന്നും 2 ദിവസവും ടു ഓഫ് വൺസ് വന്നുകൊണ്ട് തന്നെ അത് തീരുമാനം ശരിക്കായിട്ടില്ല എന്നുള്ളതാണ്. അതായത് യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പുനർവിചിന്തനം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുവരെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അതായത് ഇതുവരെ ആലോചിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒഴിവാക്കി പുതിയൊരു തരത്തിൽ തീരുമാനമെടുത്ത്, അല്ലെങ്കിൽ ആലോചിച്ചാൽ മാത്രമേ അതിനൊരു ഫൈനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഡെത്ത് വന്നതിന് മെസ്സേജായിട്ട് വന്നതിൻ്റെ അർത്ഥം. ഓക്കെ, അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു വഴിയിൽ കൂടിയിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതുവരെ വിചാരിച്ച പോലെയല്ല, നല്ല രീതിയിൽ വേറൊരു വഴി അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും കാണിക്കുന്നത്. ഓക്കെ, സാമ്പത്തികമായിട്ട് വലിയ പ്രശ്നങ്ങൾ നാളെ അങ്ങനെ നിങ്ങൾ അലട്ടില്ല, എങ്കിലും സൂക്ഷിച്ചിട്ട് കൈകാര്യം ചെയ്യുക. മെയിനായിട്ട് നിങ്ങളുടെ മുന്നിലുള്ള തീരുമാനം ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് എന്താണ് നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത്, അതിന് ഏതാണ് പുതിയൊരു വഴി എടുക്കാൻ പറ്റുന്നത്, ആ വഴി എടുത്തിട്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബുദ്ധിമുട്ടൊന്നുമില്ലാതെ, അല്ലലില്ലാതെ, അലട്ടലില്ലാതെ സർവേശ്വരങ്ങൾ ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഡെയിലി റീഡിംഗ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഡെയിലി റീഡിംഗ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.